നിനക്ക് പിയാനോന്റെ സാധനങ്ങൾ കീസ് തന്നെ വിളിക്കുക. ഇതിൽ നീഡിൽ കണ്ടുണ്ടെന്ന് ഇപ്പോഴല്ലേ അറിയുള്ളൂ. അങ്ങനെ സംഭവമുണ്ട്. സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തതിന്റെ കുഴപ്പമാണ് കുസൃതി ചോദ്യം എന്ന് പറയുന്നത്. ഇത് കുസൃതി ചോദ്യമാണ്. ഇത് ചോദ്യം വേറെ പോലെ ചോദിക്കണം. കൂടെ കുസൃതി ചോദ്യം എനിക്ക് പറ്റില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു പുതിയ ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ചാലഞ്ചിന്റെ പേര് 7 സെക്കൻഡ് ചാലഞ്ച് എന്നാണ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയണത് തന്നെയാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഐഡിയ വന്നത് ആയിഷിന്റെ ഇതാണ്. 7 സെക്കൻഡ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആർക്കാണെങ്കിൽ ചോദ്യം ചോദിക്കുക. അപ്പോൾ എനിക്ക് ഇവനോട് ചോദിക്കുക, അല്ലെങ്കിൽ അവനോട് ചോദിക്കുക, അവൻ എന്നോട് തിരിച്ച് ചോദിക്കുക. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആൾ 7 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയണം, അല്ലെങ്കിൽ ആൾ തോറ്റു. അതാണ് സംഭവം. ഒരു മിനിറ്റ്, ബജിയ ബജി പോലെയാണ്. പിന്നെ തിന്നത് അത് ഓരോ പൊട്ടത്തരം പറയാം കേട്ടോ ഗൈസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം 7 സെക്കൻഡിൽ പൊട്ടിയ ആൾക്ക് എന്തെങ്കിലും ശിക്ഷ വേണോ? ഏറ്റവും കൂടുതൽ പൊട്ടിയവർക്ക് ശിക്ഷയൊക്കെ ദൈവയുടെ വിധിക്കുക, നമ്മളെ സത്യം തന്നെ വിധിനെ നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്നു. വിധിയുടെ വിളയാട്ടായിട്ട് നമ്മൾ കണക്കാക്കി. അതെ അതെ, ശിക്ഷ കിട്ടിയവരാണ് നമ്മൾ ഇതിന്റെ പാർട്ട് ഒരു 117 വന്നാൽ ശിക്ഷ ആദിത്യരാജിന് കൊടുക്കണമായിരിക്കും. അതായത് നമ്മൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പാർട്ട് 2 പണിഷ്മെന്റ് ചെയ്യുന്നില്ല. എന്ത് അതെ ഓക്കെ അപ്പൊ 117 വേണം. അതെ, ലൈക്ക് 117 വേണം. 67 67 ശരി. അപ്പൊ 67 ലൈക്ക് ശരി, 117 ലൈക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അല്ലേ? അപ്പൊ ഓക്കെ. അപ്പോ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിടക്കാം. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഹനീസിന്റെ അടുത്താണ് ചോദിക്കാൻ പോകുന്നത്. എനിക്ക് ടൈമർ വെക്കാൻ വരട്ടെ, ഞാൻ ചോദിച്ചിട്ട് ടൈമർ വെച്ചാൽ മതി കേട്ടോ. അപ്പോ ചോദ്യം ചോദിക്കാൻ പോകുന്നത്, നെയിം 3 months വിത്ത് എക്സാക്ട്ലി 30 days. ഫെബ്രുവരി കേട്ടോ ഫെബ്രുവരി മാർച്ചാ എടാ, നെയിം 3 months വിത്ത് ഒന്നുകൂടി ചോദിക്കുക. കറക്റ്റ് അപ്പൊ ചിന്തിച്ചില്ലേ സെക്കൻഡിൽ നിന്നുള്ള. അല്ലല്ല, ഫസ്റ്റ് റൗണ്ട് ഹനീസ് പോയി. അതിന് ആൻസർ അറിയണ്ട എനിക്ക്. അതിന് ആൻസർ വന്നിട്ട് ഏപ്രിലും നെയിം 3 months വിത്ത് എക്സാക്ട്ലി 30 days എന്നാണ് ചോദ്യം. ഏപ്രില്, ജൂണ്, സെപ്റ്റംബർ ഇതാണ് ആൻസർ. പക്ഷെ ടൈമർ നമ്മൾ പെട്ടെന്ന് അപ്പൊ ആലോചിച്ചില്ല ഗൈസ്, എന്താ ചെയ്യുക. അപ്പോ ഇനി അടുത്തത് ഹാനീസോ ഇല്ലെങ്കിൽ ആയിരത്തി ആയിരിക്കും ചോദിക്കും. ഞാൻ എന്നോട് തന്നെ ചോദിക്കാം. ഇവൻ എന്നോട് ചോദ്യം നോക്കിട്ടോ. ഓക്കെ, അധികം പറയാം. എന്തൊക്കെ ചോദ്യം ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയാ ഇവന്. ഓക്കെ, ഒരു ചോദ്യം. ഇഫ് യു ഓവർടേക്ക് ദ പേഴ്സൺ ഇൻ സെക്കൻഡ് പ്ലേസ്, വാട്ട് പൊസിഷൻ ആർ യു ഇൻ? സ്റ്റാർട്ട്. ഫസ്റ്റ് പ്ലേസ്. തെറ്റ്, സെക്കൻഡ് പ്ലേസ് തന്നെ. അയ്യോ, അപ്പോ തോറ്റിരിക്കുകയാണ്. ടീച്ചറുകളെ ഇപ്പത്തത് ഉപകാരമില്ല, കാര്യമില്ലാതെ തരത്തിലായില്ല. സമ്മതം വെച്ച കണ്ടുപിള്ളേ നിങ്ങളെ ടീച്ചറിന് ഒരു ബുദ്ധിയില്ല കേട്ടോ. അതെ, അത് അപ്പോ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ റൗണ്ടില് ഞാൻ ചോദിക്കാം. അടുത്ത് ഞാൻ ഇവനോട് ചോദിക്കും. ഈസി ആയിട്ട് ചോദിക്കില്ല. ടൈമറൊക്കെ വെച്ചിട്ടുണ്ട്. ടൈമർ ഇപ്പോഴേ വെച്ചാ അല്ല, എപ്പോഴും ഉണ്ട്, പക്ഷെ ഒന്ന് കാണിച്ചത് ഞാൻ ചോദിക്കാൻ പോണം. വാട്ട് ഗെറ്റ്സ് ബിഗർ ദി മോർ യു ടേക്ക് അവേ? വാട്ട് ഗെറ്റ്സ് ബിഗർ ദി മോർ യു ടേക്ക് അവേ? ഓപ്ഷൻസ് ഉണ്ടാ? ഓപ്ഷൻസ് ഉണ്ടോന്നാ? ഇതെന്താ നിങ്ങൾക്ക് മോൻ കോടീശ്വരനാ? ചോദ്യം ഒന്നുകൂടി പറയാം. വാട്ട് ഗെറ്റ്സ് ബിഗർ ദി മോർ യു ടേക്ക് അവേ? ആൻസർ എന്താണ്? ആൻസർ എന്താണ്?
Hole. ഹോണ And the what gets bigger the more you take it. എടാ കുഴിക്കുമ്പോ ഹോണ ഹോള Take away. കുഴി അതാണ് സംഭവം. കുഴി hole. വൃത്തികെട്ടവൻ ഇങ്ങനത്തെ ചോദിക്കുക. Hole. നീ തന്ന ക്വസ്റ്റ്യൻ ആ ശരിയാണ്, ഏത് നാറിയാണോ തന്നത്. ശരി, അപ്പോ എന്നിട്ട് അപ്പൊ ആരാ ആൻസർ പറഞ്ഞു? ആരും പറയില്ല. നീ ഔട്ടായി. നമ്മൾ 3 പേരും തോറ്റാ 3 റൗണ്ടിലും. തോറ്റു. യെസ്. ആരും പറഞ്ഞില്ലേ? ഫസ്റ്റ് റൗണ്ട് ഞാൻ വിട്ടു കൊടുക്കാം guys. അപ്പൊ ഞാൻ തോറ്റില്ല. ശരി, ഇനി ഞാനല്ലേ ചോദിക്കണേ? ഹനീസിനോട്. ഞാൻ നിന്റെ ചോദിക്കാം. ഓക്കെ. മാറ. അപ്പൊ ഗൈസ് മൂന്നാമത്തെ റൗണ്ടില്ലേ, അല്ല നാലാമത്തെ റൗണ്ടാണ് ഗൈസ്. അപ്പോ ചോദിക്കട്ടാ, നെയിം 3 തിങ്സ് ദാറ്റ് ഹാവ് എ ഫേസ് ബട്ട് നോ ബോഡി. 3 തിങ്സ് പറയണം. 3 പറയണം 7 സെക്കൻഡിനുള്ളിൽ. മാസ്ക് ഇല്ലേ? മാസ്ക് ഒന്നും ഇല്ല. ഹെഡ് ഉണ്ട് പക്ഷെ ബോഡി ഇല്ല. സ്നേക്ക്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ജീവിക്കുന്ന സാധനങ്ങളാ? അയ്യേ, കഴിഞ്ഞു ഇതിന് ആൻസർ. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ഗൈസ് 3 തിങ്സ് ആണ് പറയുന്നത്. അതായത് ഫേസ് ഉണ്ട് പക്ഷെ ശരീരം ഇല്ലാത്തത്. അതിന്റെ ആൻസർ ക്ലോക്ക്, കോയിൻ, ഡൈസ്. സത്യമാണല്ലോ. അതെ, അതാണ്. ഡൈസിന് ബോഡി ഇല്ലേ? ഷേപ്പ് പിന്നെ എന്താണ്? അത് ഫേസ് ബട്ട് നോ ബോഡി എന്ന് വെച്ചിരിക്കുന്നു. അതിന് മുഖമുണ്ടാ, ബോഡി ഇല്ലല്ലോ. കോഴിമുട്ടയൊക്കെ പറയാ. കോയിൻ. എന്തായാലും കാലമായിട്ട് ജിമ്മിൽ പോയിട്ട് ഇത് മാത്രം തലി വന്നില്ലല്ലോ അത് ആലോചിക്കും. അപ്പോ 4ാമത്തെ റൗണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് ടീച്ചറാണ്. മുട്ട കേസൊക്കെ വെച്ച് ഞാൻ എന്ത് പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള ടീച്ചറാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഹനീസിനോട് ചോദിച്ചോ. പുറത്ത് ക്ലാസ് ഞാൻ ടൈം പ്രതികാരം തീർക്കും. ഓൺഗോയിങ് സ്റ്റുഡന്റ്. അതെ, യെസ്, കോളേജ് സ്റ്റുഡന്റ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. സിമ്പിൾ ഉള്ളൂ. ഞാൻ മുന്നേ മുട്ടക്കഥ ഞാൻ ചോദിക്കില്ല. സിമ്പിൾ കാര്യമായിട്ട് പെട്ടു. നെയിം 3 countries without the letter A. സൂപ്പർ. ഒന്നുപോലും പറയില്ല guys. അഭിമാനം ഉള്ളതാണ്. എന്നെ നോക്കണ്ടേ? മെക്സിക്കോ. മെക്സിക്കോയിൽ ടൈം കഴിഞ്ഞിട്ട് മെക്സിക്കോ ഒന്ന് പറഞ്ഞു ഗൈസ്, ഒന്നെങ്കിലും ടൈം കഴിഞ്ഞിട്ട് നീ പറഞ്ഞു. മെക്സിക്കോ. പിന്നെ ഞാൻ പറയാം, ഒരു മിനിറ്റ്, ഒന്നും പറയണ്ട. മെക്സിക്കോ, സ്വീഡൻ, പിന്നെ ഏതുള്ളത്? ബ്രിട്ടനില്ല. എന്ത് പറയാ? ആഫ്രിക്ക, ഈജിപ്ത്. ഏത് വെച്ചിട്ട് പറയട്ടെ? പറഞ്ഞപ്പോ ആഫ്രിക്ക. ഗൈസ്, എ ഇല്ലാത്ത ഒരു കൺട്രി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കിട്ടുമോ? എത്ര എ കിടക്കുള്ളൂ? ആരാണ് കണ്ട ഗൈസ്? ടീച്ചർ. ഗൈസ് 5ാമത്തെ റൗണ്ടും പാതി ജയിച്ചിട്ടുണ്ട്. അത് 7 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇതുവരെ. അല്ലല്ല, ഒന്ന് കറക്റ്റ് ഞാൻ അതിന് ആൻസർ പറയണ, എന്തായാലും പറയണം. ഈ വില കാക്കണം. ഈ 3 പറയുമ്പോഴാണ് പ്രശ്നം. 3 വേർഡ്സ് പറയാൻ പറ്റില്ല. അതാണല്ലോ ചാലഞ്ച്. ഞാൻ അത് പറയണം. ഫോക്കസ് ആയിക്കോട്ടെ, ഫുൾ ഫോക്കസ്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഹാസ് കീസ് ബട്ട് കനോട്ട് ഓപ്പൺ ഡോഴ്സ്? വാട്ട് ഹാസ് കീസ്? സ്റ്റോപ്പ്, പോസ് ചെയ്തോ. ഒരു കുസൃതി ചോദ്യം കൊണ്ടേ. വാട്ട് ഹാസ് കീസ് ബട്ട് കനോട്ട് ഓപ്പൺ ഡോർസ്? അതെങ്ങനെ ശരിയാ? കീയിലായിട്ട് ഡോർ എങ്ങനെ ഓപ്പൺ? കീ ഉണ്ട് പക്ഷെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഡോറുകൾ. അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. കോസ്റ്റ്യൂം മനസ്സിലാക്കാൻ തന്നെ അതായത് പറഞ്ഞാൽ പിയാനോ, അതാണ് സംഭവം. കീസ് ഉണ്ടായി അമർത്തുന്ന സാധനമൊക്കെ കീസ് എന്ന് വിളിക്കുക. അപ്പൊ കീബോർഡ് പിന്നെ എന്താണ്? എനിക്ക് അത് നാല് വന്നില്ല. അപ്പൊ അല്ല, കൈയിട്ട് പറഞ്ഞ. അങ്ങനെ 6ാമത്തെ റൗണ്ടും ചന്തയിരിക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് റൗണ്ടാണ്. അതിന് ഞാനിപ്പോ കേട്ടിട്ടുള്ളൂ. ശരിക്കും ഞാനൊരു 3 ഡേയ്സിന്റെ എൻഡിങ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ വിധിയിലാവും മിക്കവാറും. എടാ, ഞാൻ ഹനീസിനോട് ചോദിക്കാം. ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. ഹനീസിന്റെ അടുത്താണ് നമ്മൾ ചോദിക്കാൻ പോണത്. ഏറ്റവും തരികിടയായിട്ടുള്ള തരികിട ബോയ്സിന്റെ തരികിട ചോദ്യമാണ്. ലെറ്റർ ചോദിച്ചിട്ടായിരിക്കും. അല്ലല്ല, സിമ്പിൾ സാധനമാണ്. കൺട്രി എല്ലാ കുട്ടികൾക്ക് വരെ ആൻസർ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ലെറ്റർ പറയാനുള്ളതായിരിക്കും. ചോദിക്കട്ടെ. വാട്ട് ഹാസ് 1 eye but cannot see? സ്റ്റാർട്ട്. വാട്ട് ഹാസ് 1 eye and cannot see? അയ്യോ,
നീഡില് ഒരു കണ്ണല്ലേ ഉള്ളൂ മറ്റേത് കോർക്കുന്ന സാധനം അതല്ല അതിന്റെ ഒരു അവിടെ കണ്ണെടുക്കണ ഗൈസ് കണ്ണെന്ന് പറയാൻ പറ്റുമോ അതില് വേറെ question. നിനക്ക് വാട്ട് ഹാസ് കീസ് ബട്ട് കാൻ ഓപ്പൺ ഡോർ പിയാനോ പറയാ എനിക്ക് വേറെ കുഴപ്പം ചോദ്യം വേണ്ട നമുക്ക് പിയാനോന്റെ സാധനങ്ങൾ കീസ് തന്നെ വിളിക്കാറ് ഇതിൽ നീഡിൽ കണ്ണുണ്ടെന്ന് ആരെങ്കിലും ഇപ്പഴല്ലേ അറിയുള്ളൂ അങ്ങനെ സംഭവം ഉണ്ട് ചോദ്യം എന്ന് പറയാം. സംഭവം എപ്പോഴും ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തതിന്റെ കുഴപ്പമാണ് കുസൃതി ചോദ്യം എന്ന് പറയുന്നത് ഇതെന്ത് കുസൃതി ചോദ്യമാണ് ആണ് ഇത് ചോദ്യമാണ് വേറെ പോയി ഇങ്ങ് വെക്കടാ അങ്ങനെ വെച്ചാ അങ്ങനെ എന്റെ അടുത്ത് കുസൃതി ചോദ്യം അവസാനത്തെ ഫൈനൽ റൗണ്ട് അല്ലേ ഒന്നുകൂടി ചോദിക്കി What gets wetter the more it dries? ഞാനും പറയില്ല ബൈക്കിറക്കം പോയി അതിന് ഒരു സെക്കൻഡ് കഴിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ആൻസർ തവലാണ് എന്താ വിചാരിച്ചു അപ്പോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പൊ എന്താ പറയാ? കമന്റ് കൂടെ ചെയ്യുക. അപ്പോ കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു കിടിലം വീഡിയോ നമ്മൾ ലൈക്ക് അതിരിക്കും. ബൈ.